ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്. അമ്മയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് റോഡ് സൈഡിൽ കണിക്കൊന്ന പൂ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു കെട്ട് 50 രൂപ. പിന്നെ എന്ത് ചെയ്യാനാണ്, നിവൃത്തികേട് കൊണ്ട് വാങ്ങിയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു കെട്ട് വാങ്ങിയ കേട്ടോ. എവിടെന്നെങ്കിലും ഫ്രീ ആയിട്ട് ഒപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നല്ലവണ്ണം നോക്കി, പക്ഷേ ഒരിടത്തൊന്നും കിട്ടിയില്ല കേട്ടോ. അതിനുശേഷം വന്നിട്ട് കണി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചക്കയും മത്തനും പൈനാപ്പിളും ഇതൊക്കെ വാങ്ങിയ കേട്ടോ. ഇതൊക്കെ എനിക്ക് എവിടെന്നെങ്കിലും ഫ്രീ ആയിട്ട് ഒപ്പിക്കാമെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഷോപ്പിൽ വരുന്നത് കൊണ്ട് എനിക്കതിനുള്ള സമയവും ഇല്ല. അതുകൊണ്ട് പിന്നെ വാങ്ങിയേ പറ്റത്തുള്ളൂ. അതും ഭയങ്കര വിലയാണ് കേട്ടോ. ഈ വിഷു ആകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഡിമാൻഡാണ്. അല്ലാത്തപ്പോഴത്തേക്ക് ഇതൊന്നും വേണ്ട. നമ്മുടെ ചക്കയൊക്കെ ആണെങ്കിൽ, ചെറിയ ചക്കയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എവിടെന്നെങ്കിലും അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ഒക്കെ ഒപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് ഇതിലൊക്കെ ചെന്ന് ചാടേണ്ടി വരുന്നത്. അടുത്താണെങ്കിൽ നമ്മുടെ പച്ചക്കറി, വിഷുവിന് ആവശ്യമായ സദ്യക്കുള്ള പച്ചക്കറി വാങ്ങിക്കണമായിരുന്നേ. അതൊക്കെ വാങ്ങി രാത്രിയായി. ഷോപ്പൊക്കെ അടച്ചിട്ട് വന്നേ എനിക്കിതൊക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പച്ചക്കറിയും വാങ്ങിച്ചിട്ട് നമ്മൾ പൂക്കടയിൽ വന്നു കേട്ടോ. പൂക്കടയിൽ വന്നപ്പോൾ പൂവിനും വില, പച്ചക്കറിക്കും വില, എല്ലാത്തിനും ഭയങ്കര വിലയാണ്. പച്ചക്കറിക്കും പൂവിനും ഒക്കെ ഇനി വില കൂടും. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി കല്യാണങ്ങളും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ നല്ല വിലയായിരിക്കും കേട്ടോ. പൂവിനാണെങ്കിൽ ഒരു മുഴം മുല്ലപ്പൂവിന് 86 രൂപയെന്ന് പറഞ്ഞ് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ 2 മുഴം വാങ്ങി കേട്ടോ. അപ്പോൾ കിച്ചു പറഞ്ഞ, അമ്മ ചുമന്ന ഈ അണ്ണന് ചാർത്താൻ വേണ്ടിയിട്ട് ചുമന്ന തെറ്റിപ്പൂവിലുള്ള ഹാരം വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, തെറ്റിപ്പൂവിലുള്ളതല്ല, മഞ്ഞ ബന്ദിയാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു. മഞ്ഞയാണ്, ഫുൾ മഞ്ഞമയമായിരിക്കണം. അതാണ് നമ്മുടെ വിഷുവിന് ഉള്ള പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഫുൾ മഞ്ഞമയമാണെന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഞ്ഞ ബന്ദിയുടെ ഹാരം ഉണ്ടല്ലോ, അതൊരെണ്ണം വാങ്ങി കേട്ടോ, കണ്ണന് ചാർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് പൈസയും കൊടുത്തിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇന്നും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം. എപ്പോൾ വാങ്ങി തീരുവോ എന്തോ. ഞാനാണെങ്കിൽ ആകെപ്പാടെ ടയേർഡുമായി കേട്ടോ. കാരണം വീട്ടിൽ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കേണ്ട സമയത്തിനാണ് ഈ രാത്രി ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്. ഇവിടെയാണെങ്കിൽ വിഷുവിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് റോഡും ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്കാണെങ്കിൽ കണി വയ്ക്കാൻ തന്നെ ഓറഞ്ചും മുന്തിരിയും ആപ്പിളും അങ്ങനെയൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോന്ന് വീതം വാങ്ങിയ കേട്ടോ. മറ്റേ ഇത് മാത്രം, മുന്തിരി മാത്രം ഇങ്ങനെ കൊത്തോടെ ഇങ്ങനെ അവ ഇത്രയും എടുത്തു വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും ഒന്നും വേണ്ട, കുറച്ച് മതി. മറ്റേതിൽ നിന്നൊക്കെ ഓരോന്ന് വീതം മതി, ഇത് കുറച്ച് മതി എന്ന് പറഞ്ഞ്. കാരണമാണെങ്കിൽ അവിടെ നമ്മൾ കണി വെച്ചാലും ഇതൊക്കെ ഓറഞ്ച് മാത്രം കിച്ച് കഴിക്കും കേട്ടോ. ബാക്കി ഒന്നും കിച്ച് കഴിക്കത്തില്ല. ബാക്കിയെല്ലാം ഞാൻ തന്നെ കഴിക്കണം. പിന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ, നമ്മളെ മത്തനും വെള്ളരിയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ പച്ചടിയോ കിച്ചടിയോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ അവിടുന്ന് സാധനവും വാങ്ങിക്കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണെങ്കിലും അവിടെ ഫ്രണ്ടിൽ വയ്ക്കാൻ സ്ഥലമില്ല. എല്ലാം കൂടെ ഒരു ലോഡുണ്ട് കേട്ടോ. പിന്നെ പൂവൊക്കെ ആണെങ്കിൽ ഞാൻ സീറ്റിനടിയിൽ വെച്ചു. അല്ലെങ്കിലാണെങ്കിൽ ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോവും, ചണിഞ്ഞ് ചീത്തയായി പോവും കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ പലവ്യഞ്ജന കടയിൽ വന്നേ. അവിടെ നിന്നാണെങ്കിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. പലവ്യഞ്ജനങ്ങളും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. കാരണം ഞാൻ കുറേ ദിവസം കൊണ്ട് ഇവിടെ വീട്ടിൽ ഫുഡൊന്നും വയ്ക്കുകയൊക്കെ ഇല്ല. അമ്മയുടെ വീട്ടിൽ നിന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് നാളെ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതിന് ചേർക്കേണ്ടതൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതും ഒരു തുകയായി കേട്ടോ. പിന്നെ എന്തു പറയും, നല്ലൊരു ദിവസമായിട്ട് നമ്മൾ വെച്ച് കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. ഒരിടത്തും പോകാതെ, അമ്മയുടെ വീടായാലും ആരുടെ വീടായാലും നമ്മൾ പോകാതെ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിക്കുന്നതല്ലേ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം വാങ്ങിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ലോഡുണ്ടായിരുന്നേ സാധനങ്ങൾ. അപ്പോൾ അവിടെ അത് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, പിന്നെ അവിടെ വയ്ക്കാൻ പറ്റത്തില്ല, അത് ചീത്തയായി പോകും, നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചു ആണെങ്കിൽ പിടിച്ചിട്ട് പറഞ്ഞു, ആദ്യം ഞാൻ അവളോട് വലിയ വെയിറ്റ് ഇല്ലാത്തതാണ് കയ്യിൽ പിടിക്കാൻ പറഞ്ഞത്. അപ്പോഴാണെങ്കിൽ അവൾക്ക് വയ്യ. പിന്നെ ഞാൻ വെയിറ്റ് ഉള്ളത് എടുത്ത് കൊടുത്തപ്പോഴേ ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പറഞ്ഞു, അയ്യോ ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഭയങ്കര വെയിറ്റാണ്. ഞാൻ പറഞ്ഞു, അത് തന്നെ നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് രാത്രി ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ടൈമില്ല കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും പോയി ഒന്ന് കിടന്നാൽ മതി എന്നായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ, രാത്രി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് കണിയൊക്കെ ഒരുക്കി കേട്ടോ. കണി ഒരുക്കി എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടെ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തതാണ്.
ഉച്ചയ്ക്കാണ് ഇത് എടുത്തത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക്, അതായത് വിഷുവിൻ്റെ അന്നാണ് ഇതെടുത്തത്. അതാണ് വിളക്കൊക്കെ കത്തിച്ചിട്ട് അണഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണി വെച്ചത് കേട്ടോ. കൃഷ്ണൻ കണി വെച്ചത് ഇതാണ്. നമ്മൾ വാങ്ങിച്ച പുതിയ കൃഷ്ണനാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ സദ്യ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല. സദ്യ വെച്ച് മൊത്തം എല്ലാം കുളമായി കിടക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ വേറെ ചെറുതായിട്ടൊന്ന് വെച്ചതേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു. രാവിലെ വെച്ച സാമ്പാറാണ്. ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു കേട്ടോ രാവിലത്തെ കാപ്പിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ വെച്ച സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ കിച്ചുവിന് സാമ്പാർ വയ്ക്കാൻ പറ്റുമ്പോൾ കിച്ചു പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കിച്ചുവിന് സാമ്പാർ വെച്ചില്ല. പിന്നെ കിച്ചടി മതിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കിച്ചടി ഉണ്ടായിരുന്നേ. ഞാൻ ഇതൊക്കെ എപ്പം ആക്കിയെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ അങ്ങനെ ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു വലിയ ടേസ്റ്റൊന്നും ഇല്ല എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വലുതായിട്ട് അങ്ങനെ വെച്ച് കളയാൻ വേണ്ടിയിട്ട് വെച്ചില്ല കേട്ടോ. ആവശ്യത്തിന് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. സേമിയ പായസവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നന്നായിട്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു സ്പെഷ്യൽ സദ്യയും പിന്നെ ഒരുക്കങ്ങളുമൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.